ഹലോ എല്ലാവർക്കും നമസ്കാരം. വേഗം ഒരു മട്ടൻ കറി ഉണ്ടാക്കേണ്ട ഒരു റെസിപ്പി പറഞ്ഞിട്ട് ഇന്ന് കണ്ടുപിടിച്ചാണ് പുതിയ റെസിപ്പിയാണ്. ഞാൻ മറന്നു, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഷോർട്സിൽ തന്നെ ഇടുന്നത്. എനിക്ക് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഇത്ര ടേസ്റ്റില്ല കറി അന്ന് ഉണ്ടാക്കിയ പോലത്തെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ മറന്നു, അതുകൊണ്ടാണ് ഞാനിതിടുന്നത്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. മട്ടൻ 1 കിലോ വാങ്ങി നല്ല വൃത്തിയിൽ കഴുകി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ഇട്ട് നല്ല പെരക്കി വെച്ച് ഒരു അരമണിക്കൂർ വെച്ചിട്ടാകുമ്പോൾ നമ്മൾ കുക്കറിൽ ഒരു 4-5 സീറ്റ് അടുപ്പിക്കുക. വിനാഗിരിയോ തൈരോ ഒഴിച്ചാൽ പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ വെന്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അതിന് കുറച്ച് നല്ല കട്ടിയിലെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു 2 പിടി തേങ്ങ എടുക്കുക. അതിലോട്ട് മറ്റേ ജീരകമില്ലേ, ചെറിയ ജീരകം ഇടുക, മറ്റേ പെരിഞ്ജീരകം ഇടുക. എന്നിട്ട് പിന്നെ ഒരു ഉള്ളി ചെറിയ കഷ്ണം ഇടുക, ഒരു തക്കാളി ഇടുക, പച്ചമുളക് ഇടുക, വെളുത്തുള്ളി ഇടുക, ഇഞ്ചി ഇടുക. നമ്മൾ തേങ്ങ ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടാകുമ്പോൾ, നല്ലോണം ബ്രൗൺ കളർ ഒന്നാണ്ട് ലൈറ്റ് ഗോൾഡൻ ആയിട്ടാകുമ്പോൾ ഇതൊക്കെ അതിലേക്ക് ഇടുക. മല്ലിയില മറക്കാണ്ടിടണം, മല്ലിയിലയും കൂടി ഇട്ടിട്ട് വേണം അരക്കാൻ. ഇത് അരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എണ്ണ ചൂടാക്കുക. റിഫൈൻ്റെ പോലെ എണ്ണ വേണേൽ വെളിച്ചെണ്ണയിലാക്കണ്ട. പിന്നെ വെളിച്ചെണ്ണയിൽ കുഴപ്പമൊന്നുമില്ല, എന്നാലും നമുക്കൊരു വേറെ ടേസ്റ്റ് വരണ്ടിക്കില്ല. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ അരപ്പ് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ അരപ്പ് കുറച്ച് മൂപ്പിച്ചെടുക്കുക, നല്ല മണം വരും അന്നേരം. അന്നേരം ഈ വെന്ത മട്ടൻ അതിലോട്ടിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് തിളച്ചിട്ടാകുമ്പോൾ മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടാൽ സൂപ്പർ ടേസ്റ്റാണ്. ഈസി റെസിപ്പി അല്ലേ, ഒരുപാട് പറഞ്ഞ് ലോങ് ഒന്നും ആക്കുന്നില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് 1-2 ഈ വീഡിയോ വേണമെങ്കിൽ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് ഒരുപാട് ലോങ് ഒന്നല്ലല്ലോ. അതുകൊണ്ട് ഓക്കെ, താങ്ക് യു. എല്ലാവരും പറ്റുമെങ്കിൽ ഉണ്ടാക്കും.